അവിടെ നല്ല ബിസ്ക്കറ്റ് ഉണ്ടടാ. ഇതേമാതിരി എത്ര മാങ്ങ കുറേ തിന്നണം. ഉണ്ടാക്കാൻ ബിരിയാണി 3 ബിരിയാണി 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 ബിരിയാണിയൊക്കെ വാങ്ങി പോവാണ്. ബിരിയാണി നമുക്ക് ബിരിയാണി ബിരിയാണി അയ്യോ 2 ഇജിപ്പോ 1 തന്നാ മതി. 100 റുപ്യ ബിരിയാണി. ബിരിയാണി കഴിഞ്ഞു. ബിരിയാണി എന്ത് ബിരിയാണി? ചിക്കൻ ചിക്കൻ മേക്കിംഗ് ചിക്കൻ ബിരിയാണി. അയ്യോ ഇതെന്താ അച്ചാറൊക്കെ ഉണ്ട്. ബിരിയാണി എങ്ങനെയുണ്ട് ബിരിയാണി? ബിരിയാണി കഴിക്കട്ടെ. മറ്റേ തിന്നാനും സമ്മതിക്കില്ല പറഞ്ഞ കാര്യമാണ്. നല്ല പടക്കം പൊട്ടുണ്ടല്ലോ. എന്ത് പരിപാടി? എന്താ ഭയങ്കര പൊട്ടിക്കില്ല അവിടെ. ട്രെയിനിന് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഞാൻ ബിരിയാണി കഴിക്കാൻ പോകുന്നത്. നബാനോട് ചോദിച്ചോക്കാം നമുക്ക്. നബാന പറ എങ്ങനെയുണ്ട് ബിരിയാണി? എക്സ്പ്രഷൻ നോക്കട്ടെ. ഫുഡ് ബ്ലോഗറാണ്. ബ്ലോഗറിൻ്റെ വായന്ന് തന്നെ നമുക്ക് കേൾക്കാം. എങ്ങനെയുണ്ട് ട്രെയിനിലെ ബിരിയാണി? മംഗലാപുരം സ്പെഷ്യൽ. ബിരിയാണി കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ടിക്കറ്റ് എടുത്ത് വരെ. കൊള്ളാം. യാത്ര സെക്കൻഡ് ക്ലാസ്സിലും പക്ഷെ സ്ലീപ്പറിലുള്ള അനുഭൂതിയാണ് നമുക്ക് കൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കണേ അല്ലേ കുഞ്ഞോ? ടിക്കറ്റ് സെക്കൻഡ് ക്ലാസ്സിൻ്റെ സ്ലീപ്പറിന്റെ സുഖമാണ് നമുക്ക്. ഒരു പോകി ഈ ഒരു ഭാഗത്ത് നമ്മൾ തന്നെ ഉള്ളു. ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഇങ്ങനെ കിടക്കുക സീറ്റ് കിട്ടിയിട്ടും ഉറക്കം വരുന്നില്ല. അതാണ് നമ്മളെ പുറത്തല്ല പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ തിരിഞ്ഞാലും ക്യാമറയാണ്. ഏത് അതെങ്കിലും എത്തിക്കൂടെ കേറിട്ട് ഇവിടെ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യാ. തുറന്നോ? അതാ തുറന്ന്. യെസ്. അങ്ങനെ നമ്മള് ലിഫ്റ്റ് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളെ ഡെസ്റ്റിനേഷൻ ആയ മഡ്കോണല്ലേ? മഡ്കോൺ എത്തിയിരിക്കുകയാണ്. എങ്ങട്ടാ പോണ്ടേന്നുള്ള ഒരു ബോധമില്ലാത്ത ആൾക്കാരത്രയൊക്കെയാണ് ഞാൻ. നവഭാരത് ആർക്കായാലും ഒരു തെറ്റൊക്കെ പറ്റൂലേ? പിന്നെ നവഭാരത്. ഏത് നവഭാരത് അല്ല, വന്ദേ ഭാരത്. ഇവൻ വലിയ ട്രാവലറൊക്കെയാണെന്നാ പറയണത്. ഫുൾ ട്രെയിനിൽ മാത്രമേ യാത്ര ചെയ്യുള്ളൂ. പക്ഷെ എന്താ നവഭാരത് വന്ദേ ഭാരത് തിരിച്ചറിയില്ല എന്നുള്ള ഒരൊറ്റ പ്രശ്നം കഴിച്ച ആള്. ചെക്ക് പുതിയ ചാനലൊക്കെ തുടങ്ങിയിരുന്നു. ആദ്യം തന്നെ ട്രാവൽ ബ്ലോഗ്. ഇപ്പൊ എന്താ പറയാ, ട്രെയിന് വേണ്ട. ആൾക്കാരെ മൊത്തം അതാ സൂപ്പർ സാധനല്ലേ. അപ്പൊ ഞങ്ങള് ഇപ്പം നമ്മള് മഡ്കോണിലാണ്. മലയാളികൾ ആഗ്രഹിക്കുന്ന ദൂത്സാഗർ കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. അപ്പൊ അതിന്റെ ട്രെയിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 8:8 ട്രെയിൻ എത്തും. അവിടെ നമ്മളെ വേറൊരാളുണ്ട്. നിങ്ങളെടുക്കാ കുളത്തേക്കുള്ള ട്രെയിൻ എത്തിയിരിക്കുകയാണ്.
ഹൈക്കൂടെ കയറി ഇതിൽ കൂടെ ഇറങ്ങിയ ഞങ്ങള്. അപ്പം ഇതെടുക്കുള്ള ട്രെയിനിൽ കുളം കുളം കുളത്തേക്കുള്ള ട്രെയിനെത്തി ഇരിക്കുകയാണ്. കുളത്തേക്കല്ല, കുളം. ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂറല്ലേ യാത്ര ഉള്ളത്? 1 മണിക്കൂറിന് നിയർ ആയിട്ടുള്ളൂ. 55 അതിന് 5 മിനിറ്റിന് കുറവ് മാത്രമേ ഉള്ളൂ 1 മണിക്കൂറിൽ. ലേറ്റ് ആയിട്ടാണ് ട്രെയിൻ എത്തിയത്. 8:08 എത്തേണ്ട ട്രെയിന്. എത്രയാണ് എത്തി? 8:38. എന്താ പറയുക, കുലേമിലേക്കുള്ള റൂട്ട് അപ്പം നമ്മൾ കുലേമിലെത്തിയിരിക്കുകയാണ്. കുലേമിലെത്തില്ലേ കുഞ്ഞോ? കുലേമിലെത്തിന നമ്മൾ. ആ കൈ അതിന് വീട് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. ഇല്ലില്ല, എവിടെ അടിപൊളി എന്തായാലും ഉണ്ടാവും. കൊല്ലം 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 കണ്ടവനില്ലം വേണ്ട. അങ്ങനെയൊക്കെ ഉണ്ടോ? ഷോപ്പാണിത് കുഞ്ഞോ. ബീവറേജ് കൊള്ളാം. ബീവറേജ് തന്നെ കൊള്ളാവുള്ളൂ. ടിക്കറ്റ് കൗണ്ടർ തപ്പിയുള്ള യാത്രയിലാണ് നമ്മൾ, അല്ലേ കുഞ്ഞോ? അല്ല, മാക്രോളി. അതെ അതെ, ഇവനെ വെച്ചാ ഞാൻ. ഋഷികേശ്, ഋഷഭോ, ആദർശ്. ആദർശ് ഏത് കുതിരയാണ്? അതാ അവിടെ കുതിരയാണ്. കുതിരയാണ് അശാനെ. പിന്നെന്താ സാഗറിലേക്ക് പോകുമ്പോൾ ടിക്കറ്റ് എടുക്കണ്ട സംഭവം ഉണ്ടല്ലോ ഇവിടെ. ഞാൻ എന്റെ ജീവിതത്തിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടല്ലോ. ഞങ്ങൾ നേരിട്ട് പായലല്ലേ. ടിക്കറ്റ് എടുത്താലല്ലേ ടിക്കറ്റ് കൗണ്ടറൊക്കെ കാണുള്ളൂ. ഫുൾ ഇല്ലീഗൽ പരിപാടികളാണ് ആശാൻ്റെ. നമ്മൾ കാട്ടിലൂടെയുള്ള സായാഹ്നം ആസ്വദിച്ചില്ല. സ്റ്റാർട്ട് ചെയ്യാൻ പോണ ആരംഭിച്ച് കഴിഞ്ഞാണ്. ഒരു ആൾക്കാരുടെ കൂടെ നമ്മുടെ യാത്ര. ആൾക്കാർ അട്ടക്കണ്ടെന്നാ പറഞ്ഞത്. കാട്ട് കയറിയാൽ എന്താവുന്നുള്ള അറിയില്ല. കടി കൊണ്ടാ കാണിച്ചു തരാം. നമ്മൾ ദൂദ്സാഗർ വെള്ളച്ചാട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടിലൂടെയാണ്. അത്യാവശ്യം കുറച്ച് നടക്കാറുണ്ട്, ട്രക്ക് ചെയ്ത് പോകാണ്ട്. ആദ്യം നമ്മൾ റെയിൽവേ ട്രാക്കിലൂടെയൊക്കെ പോയിരുന്നു. പിന്നെ അത് ആൾക്കാരൊക്കെ എല്ലാവരും പോയി ആകെ സീനായി. ഇപ്പം കാട്ടിൽക്കൂടെ ഗൈഡൊക്കെ വെച്ചിട്ട് അപ്പോൾ പോക്ക്. അപ്പം ബാംഗ്ലൂരിൽ നിന്നുള്ള ടീംസുണ്ട്. അപ്പം അട്ടക്കണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം എന്താവും എന്നുള്ള ഒരു ഐഡിയ ഇല്ല. അപ്പം ഏതായാലും നമുക്ക് പോയേക്കാം. അത്യാവശ്യം നല്ല ഉൾക്കാട്ട് കൂടെയാണ് പോകുന്നത്. ഫുള്ള് കാടാ, ഒരു രക്ഷയില്ല. പക്ഷെ ചീവീടിൻ്റെ സൗണ്ട് കുറവാണ്. അതെന്താന്നുള്ള ഒരു ഇത് കിട്ടില്ല. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കണ്ടേ. എത്താനായി തോന്നുന്നു. മഴ റെയിൽവേ ട്രാക്കിൽ എത്തിയാണ് കേട്ടോ. ഇത്രയും നടന്നതിൽ ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ ദൂദ്സാഗർ കവർ ചെയ്യാൻ പോകുന്നത്. ആംബിയൻസ് ഒക്കെ ഒന്ന് ചുറ്റും നോക്കും. ആംബിയൻസ് ഒക്കെ സെറ്റാണ്, ഒരു രക്ഷയില്ലാത്ത സെറ്റാണ്. ഇത് നമ്മളൊരു ഗൈഡാണ്. അപ്പോൾ നമ്മളിതാ റെയിൽവേ ട്രാക്കിലേക്ക് കിടക്കാൻ പോവാണ്. അതെ, ഫസ്റ്റ് ഇത് ആദ്യം ഈ വന്നൊക്കെ നമ്മൾ ഡയറക്റ്റ് റെയിൽവേ ട്രാക്കിലൂടെ ഇല്ലീഗലായിട്ടാണ് നമ്മൾ കിടന്നത്. ഇപ്പം അതിന് പോസിബിൾ അല്ല. ഇതുണ്ട് റെയിൽവേ ട്രാക്ക്. ഇതിലൂടെ നിന്ന് ആദ്യം എത്തിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് റെയിൽവേ ട്രാക്ക് മുറിച്ച് കിടന്നിട്ട് നേരെ അതിലേ പോവാം. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എത്താനായിണോ? ഇല്ല. എത്ര കിലോമീറ്റർ? 10 കിലോമീറ്റർ. വാവ്, നൈസ്. അപ്പോൾ ഏതായാലും നമുക്കിനി ബാക്കി വിശേഷങ്ങൾ കുറച്ചാണ് നടന്നിട്ട് കാണാം. ഒക്കെ ഒരേ ബാക്ക്ഗ്രൗണ്ടാണ് കാണാനുണ്ടാവുക. അപ്പോൾ പിന്നെ വെറുതെ കുറേ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അപ്പം അതെ അതെ, നല്ലത്. ഫസ്റ്റ് ചെക്കിങ് കൗണ്ടർ വരുന്നുണ്ട്. ഇവിടെ എന്താ മെയിനായിട്ട് വരുന്നത്? ബോർഡ് കാണിച്ചെടുക്കും. യെസ്. ആ അതെ, ഫുൾ ചെക്കിങ് ഉണ്ട്. റെയിൽവേ ട്രാക്ക് കൂടെ പോകുന്നത് മുഷ്കിലാണ്. കാര്യങ്ങളൊക്കെ മാറി. അതെ അതെ, സൈൻ ചെയ്തിട്ട് വേണം ഉള്ളിലോട്ട് പോകാൻ. കുറച്ച് സീനാണ്. അപ്പം അത് അവിടുന്ന് ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ട് ഗൈഡ് ആയിട്ട് വരിക. ദാറ്റ്സ് ഓൾ. അല്ലെങ്കിൽ പണി കിട്ടും. കണ്ടില്ലേ, ഇവിടെ സൈനും കാര്യങ്ങളും ഫുൾ ചെക്കിങ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് കയറ്റി വിട്ടുള്ളൂ ട്രാക്കിലെ. ഓ സീൻ.
അപ്പം ഇവിടെ ചെക്ക് പോസ്റ്റ് ഇവിടെ വന്നിട്ട് നമ്പറും പേരും ഒരു സൈനും ചെയ്യണം, നല്ല ഇവിടുന്ന് അവർ കടത്തി വിടുള്ളൂ. കുറച്ചുനാട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി തന്നെ ഒരു അരുവിൻ്റെ സൈഡിൽ കൂടെ, അതായത് ദുദ്സാഗറിൻ്റെ അവിടെ നിന്നുള്ള വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുകി അരുവിയായിട്ട് വരുന്ന ഭാഗം അത് അത്യാവശ്യം നല്ല നടക്കാണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടുന്ന് ഗവൺമെൻറ് ഒരു സ്ലിപ്പും കൂടി കിട്ടും, അതെന്തായാലും മേടിക്കാം, അല്ലെങ്കിൽ പണി പോലെ കുറച്ച് നേരം അവിടെ സ്റ്റക്കായി നിൽക്കും അല്ലേ മാ? അതന്നെ അങ്ങനെ തന്നെ. പാമ്പൊക്കെ ഉണ്ട് എന്നാ പറഞ്ഞേ. ഏതാ രാജവമ്പാലയുള്ളത്? രാജവമ്പാലിൻ്റെ മോനും മക്കളും കുടുംബക്കാരും മൊത്തം ഇവിടെ ഉണ്ട് എന്നാ പറഞ്ഞ കേട്ടോ. ഇതിൻ്റെ മിനിസ്റ്റർ ഏത് ഗോവൺ ഇവനെ അതാണിത്. കേരളം വിട്ടുകളാ നമ്മള് ഇപ്പോഴും കേരളത്തിൽ തന്നെ തോന്നണ കേട്ടോ. ആ ടിക്കറ്റ് ആയിട്ട് ഞാൻ ഉപകാരപ്പെടില്ല മാൻ. ഈ ആഴ്ച കൂടി 2 ആഴ്ച കൂടി ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ് ഇവിടെ ക്ലോസ് ആണ്, വെള്ളം ഉണ്ടാവില്ല. ഇപ്പൊ നല്ല മഴയുള്ള കാലാവസ്ഥയാണ്. എന്തായാലും പോരിനോൽക്ക് മുതലാവും. അതന്നെ ഓൺലി ലീഗൽ പരിപാടി മാത്രം. വേറെ ഈ ഉഡായ്പിലൂടെ പാളം കടന്ന് അപ്പുറത്തെ കാട്ടിൽ കൂടെ പോകണ ആ പരിപാടിയൊന്നും നടക്കില്ല. അങ്ങനെ നടന്നോന് അനുഭവം ഞങ്ങളോട് പങ്കുവെച്ചപ്പോൾ ഞങ്ങൾ ആകെ നെട്ടിത്തരിച്ചായി. അടി കിട്ടി പാടിപ്പോഴും പോയിട്ടില്ല അവൻ്റെ, പാടിപ്പോഴും പോയിട്ടില്ല അവൻ്റെ. അതെ അതായത് ഒന്നും കൂടി സേഫ് ലീഗലായിട്ട് പോരുന്ന തന്നെയാണ്. അതുകൊണ്ട് നമ്മളും അതന്നെ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോൾ അത്യാവശ്യം കയറാണ്ട്, അതാണിപ്പോൾ. യാതൊന്നും ഇതിൽ പറയില്ലേ. മിനിറ്റ് ഒഴിവാക്കിയിട്ട് ഹവറാക്ക. ജസ്റ്റ് ജോക്കിങ്. ഓ ഇപ്പം ഞങ്ങൾ എത്തിപ്പെട്ടത് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഒരു രക്ഷയില്ല. ഓ ഇത് നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ എത്രത്തോളം നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതൊന്നും അറിയില്ല, പക്ഷേ ഇത് നേരിട്ട് തന്നെ കാണാം. ബാക്കിൽ നിങ്ങൾക്ക് ട്രെയിനിൻ്റെ ആ ഹോൺ എയറോൺ കേൾക്കാൻ പറ്റും. സീൻ ഒരു രക്ഷയില്ല, മസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണത്. സ്റ്റേറ്റ്മെൻറ്റിൽ വാക്കുകളൊക്കെ എന്താ പറയണതെന്നുള്ള ഒരു ഐഡിയ എനിക്കില്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ഭംഗി. ഓ എടാ വേഗമ്പലല്ലേ? ഓ തീ കൂടെ കാണുന്നില്ല, അതാ പറന്നു പോണേ. വേയാമ്പലല്ലേ? ഓ ആണെന്ന് തോന്നണേ, എന്താ ഒരു ഐഡിയ ഇല്ല. നമ്മളപ്പുറം വന്ന ഗൈഡിന് ആൾക്കാർ നമ്മളപ്പുറം നമ്മളെ വേജത്തെ ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ അവരങ്ങനെ നടന്നു പോയിട്ടുണ്ട്. നമ്മളതിലൊക്കെ നടന്നു പോകുന്നുണ്ട് അല്ലേ, തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ബ്യൂട്ടിഫുൾ. ഓ വെള്ളത്തിൻ്റെതാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ ഗൈസ്. നമ്മളെ ഇവിടുത്തെ ഗോവത്തെ ഗൈഡ് എന്ന് പറയുന്നത്, അതായത് ദൂദ്സാഗറിലേക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് കൊണ്ടുപോകണ ഗൈഡ് എന്ന് പറയുന്നത് മൂപ്പരെ വയസ്സ് വരുന്നത് 76. പക്ഷെ കണ്ടാൽ അത് തോന്നൂല, മൂപ്പരെ നടത്തും കാര്യങ്ങളും കണ്ടാലൊന്നും നമുക്ക് തോന്നൂല അത്ര വയസ്സുണ്ട് എന്നുള്ളത്. ആളെ നമ്മളെയും കാട്ടി സ്പീഡിലാണ് നടന്നു കയറുന്നത്. നമ്മളൊരു കയറ്റം കയറിയപ്പോൾ, ഞാനൊക്കെ ഒരു കയറ്റം കയറിയപ്പോൾ കരച്ച്. സ്റ്റിൽ സ്ട്രോങ് ആണ് അയാൾ. എന്താ മൂപ്പരെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് ഒരു സൂപ്പറാണ് ആള്, പക്ഷെ നമ്മളെ തോൽപ്പിക്കായില്ല. ശരിയാണ്. അയ്യോ തോൽപ്പിച്ചാലോ. സീൻ ഒരു രക്ഷയില്ലാത്ത ഏരിയ അല്ലേ. ഫോട്ടോ ഒരു രക്ഷയില്ല കേട്ടോ മക്കളെ. ഓ വലുതൊന്നും ഇല്ല, ആനയും പുലിയൊന്നും ഇല്ല, എന്നാലും ചെറിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളെ കണ്ടാൽ പേടിച്ചോടുന്ന പറഞ്ഞേ ബടാ ജാൻവർ നെയ്യെന്ന നമ്മളെ
ഗൈഡ് പറയുന്നത് सात बजे का पहुंचा था इधर रास्ता शाम पर सुबह आ गया क्या करे हमको मेरे को पकड़ने का बोलेगा वो मर जाएगा हमारा पास इधर का आदमी है तो मुश्किल नहीं है नहीं ऐसा नहीं तुम अकेला हो प्रॉब्लम वो हम कुछ करने का जरूरत नहीं है वो कर हो जाएगा അയ്യോ ആടാ എനിക്ക് ഇൻഷുറൻസ് തരാനാണല്ലോ അവിടുത്തെ ആൾക്കാർ നിൽക്കണേ ടിക്കറ്റിൽ ഇൻഷുറൻസ് ഉണ്ട് ഉണ്ടോ ഉറുപ്പ്യ ആണ്ട് ഉറുപ്പ്യുള്ള ഇൻഷുറൻസ് ട്രാവൽ ഇൻഷുറൻസ് ചരന്തി വല ഉണ്ട് ഇവിടെ ഫോട്ടോ എടുത്തു പക്ഷേ ഞാൻ എടുക്കാം ദൂസാകരണം അടിക്കാം ഗൈസ് സ്റ്റിൽ വാക്കിംഗ് അയ്യോ എന്തോ ശനി ഞായറുമാണ് ഇവിടെ തിരക്കുണ്ടാവുക അല്ലാത്ത ദിവസം ഒന്നും ഇവിടെ തുറക്കലില്ല എന്നല്ല ആൾക്കാർ കുറവാണോ തുറക്കണില്ല പിന്നെ തുറക്കണേ ഇപ്പൊ തിങ്കളാഴ്ച ഇപ്പൊ നമ്മള് വന്നല്ലോ ഞാൻ വന്നാ തുറക്കും ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടല്ലോടാ അതെ നമ്മൾ ഇവിടുത്തെ ഇത് മറ്റേ മിനിസ്റ്ററിന്റെ മരുവന പരിപാടികളാണല്ലോ അപ്പോൾ നേരെ നമ്മൾ മിനിസ്റ്ററിനായിട്ട് കോണ്ടാക്ട് ചെയ്ത് സാധനം സെറ്റാക്കി ഗൈസ് ഒരു 2 മിനിറ്റ് മുമ്പ് ഇവിടെ ഒരു സംഭവം നടത്തി ഒരുത്ത ഒറ്റ ഗ്ലാസ്സുള്ള കണ്ണാടിട്ടിട്ട് ഡാൻസ് കളിച്ചതാ വീണ് അതാ ആ ചോപ്പ് ഡ്രസ്സ് ഇട്ടോന് ടീഷർട്ട് ഇട്ടോന് നല്ലൊരു വീഴ്ച വീണ് മുമ്പത്തെ പല്ലൊക്കെ പോയി എന്നാ തോന്നണേ അതെ അതെ പക്ഷെ വീണ ആ ഒരു സെക്കൻഡിനുള്ളിൽ ഞാൻ ക്യാമറ ഓഫാക്കുകയും ചെയ്തു അത് ആ വീഡിയോ കിട്ടിയില്ല ആ ക്ലിപ്പ് കിട്ടിയെന്നുണ്ടെങ്കിൽ അത് വൈറലായിനി ചുമ്മാ കേട്ടോ കേറി रास्ता देखे के लिए बहुत अच्छा है आओ आओ आज ही പൈസ നിരോധിക്കുമ്പോൾ അല്ല സീൻ ഇനി കുറെ നടക്കാണ്ട് പറഞ്ഞു കുറച്ച് നടക്കാനുള്ളൂ പറഞ്ഞിട്ട് പോന്നതാ റൂട്ട് ഒരു രക്ഷിതാത്ത റൂട്ട് അയ്യോ തുള്ളികളാണ് ഫുൾ കോട കാട് പ്ലസ് കോട അതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ സ്പെഷ്യാലിറ്റി കടുക്കോട നല്ല മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഒരു രക്ഷയില്ല കേട്ടോ അത് ഫുള്ള് തന്നെ പരിപാടി ആ വെള്ള കളർ കാണുന്നത് ഫുള്ള് വെള്ളത്തുള്ളികളാട്ടോ മഴത്തുള്ളികൾ അവിടെ സീനടാ എല്ലായിടത്തും തന്നെ അല്ലേ ഇവിടെ ജീപ്പൊക്കെ വരേണ്ട അതുകൊണ്ടാണ് ഈ 20 കിലോമീറ്ററിൻ്റെ ഇത് കൊടുത്തത് സ്പീഡ് ലിമിറ്റ് കൊടുത്തത് പിന്നെ അതുപോലെ തന്നെ അത് കാട്ടുതീയൊക്കെ ഉണ്ടാവേണ്ടെന്ന് പറഞ്ഞു സൈൻ ബോർഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ റൂട്ട് വരുന്നത് നമ്മൾ ജീപ്പായിട്ട് വരുന്നതുകൊണ്ട് ഇപ്പം ഇപ്പം ജീപ്പില്ല കാരണം വെച്ചാൽ അവിടെ അരുവിയിലൊക്കെ വെള്ളമായതുകൊണ്ട് ക്രോസ് ചെയ്യാൻ അവർക്ക് എന്തായാലും കഴിയില്ല അപ്പം അടുത്ത മാസം മുതലത്തെ ജീപ്പ് സഫാരി ഉണ്ടെന്ന് പറഞ്ഞു ഇതൊക്കെ പിന്നെ നമ്മളെ ഗുജറാത്തിലുള്ള ടീമാണ് മൂപ്പര് ചെറുപ്രായത്തിൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത് 3 ലക്ഷത്തോളം കിലോമീറ്റർ മൂപ്പര് കവർ ചെയ്തിടുന്ന പറഞ്ഞു ടീച്ചറാണ് ആള് സെറ്റാണ് ആശം സീനാണ് ഫുൾ ഇപ്പോഴും ആ ട്രിപ്പിംഗ് മൂഡ് ആ ഒരു മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ് ഇവരൊക്കെ ഇവിടെ ഇപ്പൊ 4 ദിവസമായി ഇവിടെ അതാ കിധർ कन्याकुमारी फुल रोड ट्रिप ओनली जा जाने का वही का खाने का ये लाइफ है മെയിൻ അതാണ് खाना खाने के लिए घर में रहना है ना कोईकोड केरला से कोईकोड अच्छा खाना मिलेगा ना दिवाली में फुल मंदी चिकन शवाया अल्लाह ये केरला है ना अरेबियन एंड केरला मिक्स है मिक्सड फूड कल्चर है उधर असली भारत यही है महाराष्ट्र के नीचे जो है ना वही असली भारत है आलू सकता वाइट डेसर्ट गुजरात में वाइट डेसर्ट रण ऑफ कच्छ रोड टू हेवन रोड टू हेवन वही ना हो अभी उधर जाने का ना तो जनवरी में जाने का
जनवरी सब महोत्सव चालू होते हैं हाँ। वो पूरा बादल जैसा है ना। फेस्टिवल नवंबर में फेस्टिवल। स्टार्टिंग है। सब नवंबर से स्टार्टिंग होता है हाँ ओ हम दोनों एक ही स्कूल से सेम स्कूल बचपन से हाँ। बचपन में ओ बचपन से दोस्त है दोस्त है। ओ एक डॉक्टर है एक टीचर है एक टीचर है 2 प्रोफेशन इधर ही घूमते हम व्हाट्सएप पे नहीं है हम फोन पे नहीं है सीधे नहीं। मिलते हैं हम ओ सीधे मिलते हैं इसे उसको पूछो हो ये तुमको 4 महीने हो गए हमारी कांटेक्ट नहीं हुआ था ഇച്ചിരി ഊട്ടോ സെറ്റ് ഇവരൊക്കെ ഏതാ ഒരു മൂഡ് വാട്സപ്പില്ലേ നമ്മളൊക്കെ വാട്സപ്പിൽ ഹായ് ഹോയ് ആ പരിപാടിയാണ് ഇവരതൊന്നല്ല നേരിട്ട് കാണുക ഗൈസ് നമ്മൾ നല്ലൊരു സ്പോട്ടിലെത്തിന് അടിപൊളി സ്പോട്ടിലെത്തിന് നമ്മൾ अभी दोनों साथ സീൻ കിട്ടോ ഒരു രക്ഷയില്ലാത്ത സ്പോട്ട് ഓ വെള്ളം നല്ല സ്മെല്ലുണ്ട് അല്ലേ വെള്ളം എന്തോ സ്മെല്ല് അല്ലേ ഗൈസ് സൂപ്പർ സ്ഥലം അടിക്ക് ഇറങ്ങണം അവിടെ രക്ഷയില്ലാത്ത സ്ഥലം അടിക്ക് ഇറങ്ങിക്കണം അങ്ങോട്ടൊക്കെ കുറച്ച് അത്യാവശ്യം നല്ല സ്പോട്ട് അടിപൊളിയാണ് വൈൽഡ് ലൈഫ് ക്രോസിംഗ് ഉള്ള ഏരിയയാണിത് ഇവിടെ നമുക്ക് കുറച്ചായിട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ടെമ്പിളിൻ്റെ അടുത്ത് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് അപ്പം രാവിലെ ഏതായാലും ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല അപ്പം നമ്മൾ അവിടെ പോയിട്ട് എന്തെങ്കിലും നാസ്താക്കണം പിന്നെ വീണ്ടും ട്രക്കിങ് അപ്പം ടോട്ടൽ 10 കിലോമീറ്ററാണ് നമുക്ക് ട്രക്ക് ചെയ്ത് പോകാനുള്ളത് പക്ഷേ നമുക്ക് ഫീൽ ചെയ്യൂല എത്ര കിലോമീറ്റർ ഉണ്ടെന്നുള്ളത് കാരണം അമ്മാരി പീസ്ഫുൾ ഇതാണ് അങ്ങനെ നടന്നിങ്ങ് പോകാം നല്ല ആസ്വദിച്ച് കാണാനുള്ള സാധനങ്ങളും ഇവിടെ ഉണ്ട് അവിടെ ബോർഡൊക്കെ ഉണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ബോർഡ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇതേപോലെ നമ്മൾ നടന്നു പോകുമ്പം ചെറിയ ചെറിയ അരുവികളൊക്കെ നമുക്ക് കാണാം ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ് ഇവിടെ അതായത് മഴ ഇപ്പം പെയ്യും എന്നുള്ളൊരു ടെൻഡൻസിയിലാണ് നിൽക്കുന്നത് പക്ഷേ മഴ ഒറ്റ പെയ്യൂല ആണ് ദൂരേക്കൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടെ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു ചെറിയൊരു കോടൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിട്ടുള്ളൊരു സെറ്റപ്പാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഫുൾ സെറ്റപ്പാണ് അടിപൊളിയാണ് നമുക്ക് കിട്ടിയ 2 ആൾക്കാർ നമ്മളപ്പം ഉള്ളോല് അവർ 2 ആൾക്കാരിൽ ഒരാൾ ഡോക്ടറും ഒരാൾ മാഷുമാണ് അവരൊക്കെ ചെറുപ്പം മുതൽ ട്രാവൽ ചെയ്ത് തുടങ്ങിയത് എൻ്റെ അമ്മ കേട്ടപ്പോൾ തന്നെ 3500 അടി സ്റ്റെപ്പറ്റുള്ള ട്രക്കൊക്കെ ചെയ്ത് പോയിണല്ലോ സീൻ അങ്ങനെ കുറേ നടത്തത്തിന് ശേഷം കാട്ടിലുള്ള നടത്തത്തിന് ശേഷം എന്താ ഒരു ബ്രിഡ്ജ് കണ്ടിരിക്കുകയാണ് നമ്മൾ ഓഹോ അടലാടലേ ഓ സീൻ 2 person on bridge at a time. Oh guys, scene. ചെങ്ങായി ഇത് ആട്ടി ഇതിപ്പോൾ പോയിക്കോ അവിടെ അതൊക്കെ ചെറിയ കമ്പി മേലാട്ടോ നിൽക്കണേ ഉണ്ടാക്ക് മാത്രം പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കെട്ടിക്കൊണ്ട് പോകും മുമ്പർക്ക് എന്താ പേടിയാണെന്ന് പറഞ്ഞേ അല്ലല്ലേ സീൻ ഓ മക്കളെ കണ്ടു മുകൾ ഭാഗം കണ്ടു വാവ് അതിൻ്റെ അവിടുന്ന് കിട്ടണേ ഫോട്ടോ എടുക്കാനൊക്കെ കിട്ടില്ല ഐസ് കൊടുണ്ട് അയ്യോ ഗൈസ് 5:20 ട്രെയിനിന് 4:45 ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് 4 കിലോമീറ്റർ ഉണ്ട് എത്തുമോ എന്നുള്ള അറിയില്ല എത്തുമോ
സീനാണ്, എത്തും അറിയില്ല. അല്ലെങ്കിൽ അവസാനത്തെ ട്രെയിനാണ്, പിന്നെ ട്രെയിൻ ഉണ്ടാവില്ല. വയ്യ കണ്ട് ഏതായാലും ഞങ്ങളിങ്ങനെ ഓടട്ടെ, കിട്ടിയില്ലെങ്കിൽ പണി പാടും. ഓക്കെ, അപ്പോൾ നല്ല റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് ട്രെയിൻ കിട്ടിയാൽ കാണാം, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ എന്തെങ്കിലും വഴി നോക്കണം. അപ്പം ബൈ.